ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പറയുന്ന ഈസ്റ്റർ ദിനമാണ്. സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും എല്ലാം പൂർണ്ണമായ ഒരു സാക്ഷാത്കാരമാണ് ഈ ദിവസത്തിലൂടെ തുടർന്ന് നമുക്ക് നേടിയെടുക്കാനുള്ളത്. അത് വ്യക്തിപരമായ ഒരു തലമാണ്. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുകയാണ്. ഇന്ന് ഈസ്റ്ററുമായി ചേർന്ന് ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ ഒരു സന്ദേശ രൂപേണ കുമാർ സാറും ഓമന മാമും ജോഷ് സാറും എല്ലാം നൽകും. അതിനുശേഷം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ പറയാം. നമുക്ക് ആദ്യമായി അനിൽകുമാർ സാറിലേക്ക് പോകാം. എല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം അനിൽകുമാർ സാറിനെ. അനിൽകുമാർ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ശരിയായി നോക്കട്ടെ. കേൾക്കാമല്ലോ? കേൾക്കാം. ഓക്കെ. ചിലപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാനും ഈസ്റ്റർ ദിനാശംസകൾ നേരുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈസ്റ്റർ എന്താണെന്നും ഇത് ആഘോഷിക്കത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യാനികളല്ല, എല്ലാ മതസ്ഥർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിൻ്റെ ഓർമ്മയാണ് ഈസ്റ്ററായിട്ട് ആഘോഷിക്കുന്നത്. അതായത് വളരെയധികം പീഡകൾ സഹിച്ച്, വളരെയധികം നൊമ്പരപ്പെട്ട്, കുരിശിൽ തറയ്ക്കപ്പെട്ട്, മരിച്ചടക്കപ്പെട്ട്, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജനങ്ങൾക്ക് മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നമ്മളെല്ലാവരും മരണം എന്ന് പറയുമ്പോൾ വളരെയധികം വിഷമിക്കുകയാണ്. മരണശേഷം ഒരു ജീവിതമുണ്ടോ? ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ നൊമ്പരപ്പെട്ടിരിക്കുമ്പോൾ, നമ്മൾ കഷ്ടപ്പെടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മനുഷ്യനിൽ ഒരു പ്രത്യാശ നൽകുകയാണ്, ഒരു പ്രതീക്ഷ നൽകുകയാണ്, ഒരു ഹോപ്പ് നൽകുകയാണ്. അപ്പം നമ്മൾ ഇതുപോലുള്ള ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു ശക്തി, ഒരു കരുത്ത് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മളെ സാധ്യമാക്കുന്നു. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടെ കൂട്ടായിട്ട് ചർച്ച ചെയ്ത് മനസ്സിലാക്കി ഓരോ അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുകയാണ്. പ്രത്യാശയാണ്. അതിനകത്ത് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മരണമില്ലാതെ ഉയർപ്പില്ല എന്നുള്ളതാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു തരുന്നത് ജീവിച്ചവരെയും മരിച്ചവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വരുമെന്നാണ് പറയുന്നത്, വിശ്വാസം. ഈസ്റ്ററിന്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള മഹാവിജയമാണ് ഈസ്റ്റർ. അപ്പൊ മരണത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട്, ഒരു നിത്യതയുണ്ട്. ആ നിത്യതയെക്കുറിച്ചാണ് അദ്ദേഹം ഈ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് വേറെ അടങ്ങിയിരിക്കും. നമ്മുടെ പീറ്റർ 1:3 തെസ്സലോനിയൻ 4:14 പറയുന്നുണ്ട്. റോമൻസ് 8:11 അതായത് ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തിപ്പിക്കാൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ശരീരവും അതുപോലെ ജീവിപ്പിക്കും എന്നാണ്. അതുപോലെ ജോൺ 11:25-26, ജോൺ 6:40, കൊരിന്ത്യർ 6:14, റോമൻസ് 6:4 ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവിച്ചെഴുന്നേൽക്കും. ജോൺ 11:25 പറഞ്ഞ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട 1 കൊരിന്ത്യർ 6:14 ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. ഈ ഒരു വാക്ക് തന്നെ, നമ്മുടെ ഈ വചനം തന്നെ നമുക്കെല്ലാവർക്കും വളരെയധികം ആശ്വാസം നൽകുന്നതാണ്. അപ്പം
നമ്മൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഈ വചനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തിയും കരുത്തും തരും എന്നുള്ളതാണ് ഈസ്റ്റർ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും നിത്യജീവൻ ഉണ്ടെന്നുമുള്ള ഒരു പ്രത്യാശയാണ് ഈ സുദിനം നമുക്ക് നൽകുന്നത്. ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. നമ്മുടെ ജീവിതം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും കർത്താവിൻ്റെ ജീവിതത്തിൽ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ജീവിക്കണം, ഇല്ലാത്തവന് ആഹാരം കൊടുക്കുക, വെള്ളമില്ലാത്തവന് വെള്ളം കൊടുക്കുക, അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ്. മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്നുള്ള ഏറ്റവും പരമമായ ഒരു സത്യമാണ് ഈ ഉയർപ്പിൻ്റെ നമ്മുടെ ഈസ്റ്റർ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ആശ്വാസം, നമുക്ക് തരുന്ന ഒരു ആശ്വാസമാണ് ഈസ്റ്റർ നൽകുന്നത്. അപ്പം ഇതാണ് എനിക്ക് ഇതിനോടനുബന്ധിച്ച് വളരെ ചുരുക്കമായിട്ട് എനിക്കിവിടെ ഈസ്റ്റർ ദിനത്തിൽ സമർപ്പിക്കാനുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഓമന ടീച്ചർ, സാവു സാർ, ഇങ്ങനെയുള്ളവരൊക്കെ പറയാനുള്ളത് കൊണ്ടും അവരാധികാരമായിട്ട് അറിയാവുന്ന ആൾക്കാരെന്ന നിലയ്ക്കും അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇനി ഞാൻ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ നമ്മൾ ഡിവോഷണൽ സോങ്സും പാടുന്നുണ്ട്. ഇതിനെല്ലാം കൂടി ഇത്രയും സമയമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കുകയാണ്. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുകയും ചെയ്യുന്നു. ഓക്കെ സാർ. തീർച്ചയായും സന്തോഷകരമായ ഒരു ഈസ്റ്ററിന്റെ അനുഭവം നമ്മളിലേക്ക് കടന്നു വരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് സാർ വ്യക്തമാക്കി. ഇനി ഓമന ടീച്ചറിലേക്ക്. Thank you, Sabu sir. Thank you, Anil Kumar sir, for your extreme positive words about Easter. The heart of Easter beats with a story of profound love and sacrifice. Imagine a figure, Jesus, deeply connected to humanity, walking a path of teaching, healing, and unwavering compassion. Yet, this path leads him to a cross, a symbol of immense suffering and injustice. But the Easter story doesn't end there. It bursts forth with an astonishing twist: resurrection. This isn't just about one person overcoming death. It is a powerful declaration that love is stronger than hate. Hope triumphs over despair, and life conquers even the darkest of endings. It whispers that even in our deepest valleys, new beginnings are possible. Now, what can this ancient story offer us today? Here are a few modern takeaways. Embrace hope in the face of difficulty. Life inevitably throws challenges our ways. Easter reminds us that even after the Good Fridays in our lives, the times of pain, loss, and struggle, there is always the potential for a Sunday of renewal and hope. It encourages us to hold into that possibility even when things seem bleak. Value, love, and sacrifice. Jesus' selfless act underscores the transformative power of love and sacrifice. In our own lives, small acts of kindness, empathy, and putting others before ourselves can ripple outwards, creating a more compassionate and connected world. Find strength in community. The Easter story is often experienced within a community of faith. In our modern
sometimes isolating world, it highlights the importance of connection, support, and shared experiences in navigating life's joys and sorrows. Seek renewal and growth. The resurrection symbolizes a fresh start. Easter can inspire us to reflect on our own lives, identify areas where we want to grow, and embrace the opportunity for personal transformation and new beginnings. Recognize the power of forgiveness. While not explicitly the central focus, the spirit of Easter offers often encompasses forgiveness, both giving and receiving, letting go of resentment and offering grace can be incredibly liberating and healing in our relationships and within ourselves. Ultimately, the heart touching explanation of Easter lies in its powerful message of enduring hope, the strength of love, and the promise of renewal. Its modern takeaway is an invitation to embody these values in our daily lives, fostering a world where compassion and hope prevail. Thank you, sir. Thank you, everybody. താങ്ക് യു മാം. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഈസ്റ്ററിന് അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ജോഷ് സാറിലൂടെ കേൾക്കാം. ജോഷ് സാർ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മുമ്പ് ഇവിടെ കാര്യമായി തന്നെ പ്രതീക്ഷയുടെ ആ സന്ദേശം നൽകിയ അനിൽകുമാർ സാറ്, അതുപോലെ തന്നെ ഓമന ടീച്ചർ സാക്രിഫൈസിനെ കുറിച്ച് വീണ്ടും അതിന്റെ അർത്ഥം പറയുകയുണ്ടായി. രണ്ടുപേർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ഈ പ്ലാറ്റ്ഫോമിൽ ഈ സമയം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ ഉയർപ്പിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ദേവാലയത്തിൽ ഇന്ന് നടക്കുന്ന കർമ്മങ്ങളിൽ, പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയുടെ തിരുക്കർമ്മത്തിൽ യേശുവിന്റെ ഉയർപ്പ്, ആ കർമ്മം നടക്കുന്ന അവസരത്തിൽ ഉച്ചരിക്കുന്ന ഒരു വാചകമാണ് മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രം, മകുടം, അത് ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ്, സെയിന്റ് പോൾ പറയുകയാണ്, മിശിഹ ഉത്ഥാനം ചെയ്തില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകുമായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തെ വേറിട്ട് നിർത്തുന്ന ഒന്ന് യേശു ഉത്ഥാനം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ അനിൽകുമാർ സാറും ഓമന ടീച്ചറും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഈസ്റ്റർ നമ്മെ നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയത്തെയാണ്. അത് വലിയ പ്രതീക്ഷയാണ് മനുഷ്യന് നൽകുന്നത്. ഒരുപക്ഷെ മനുഷ്യർ ചെറുതും വലുതുമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ തളരാറുണ്ട്. മിശിഹായുടെ ഉയർപ്പ് വളരെ കൃത്യമായി നമുക്ക് ധ്യാനിച്ച് മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ ഏറെക്കുറെ സാധിക്കും. മനുഷ്യനാകൊണ്ട് നമ്മൾ അതൊക്കെ ചിന്തിച്ചാലും ചിലപ്പോൾ തളർന്നു പോയേക്കാം.
പക്ഷെ തളരേണ്ടതില്ല. പ്രതീക്ഷയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഈശോ തന്റെ ജീവിതത്തിലൂടെയും ഉയർപ്പിലൂടെയും നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഇത്തരത്തിൽ ദാരിദ്ര്യത്തിന് പുതിയ അർത്ഥം നൽകി എന്നുള്ളതാണ്. ജനിച്ചത് തന്നെ ബത്ലഹേമില് വെറും ഒരു പുൽത്തൊഴുത്തിൽ. നേരത്തെ കാലത്താണെങ്കിൽ ഒരുപക്ഷെ ആളുകൾക്ക് വീട്ടിൽ പ്രസവിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇന്നതൊക്കെ മാറി. ആരാണെങ്കിലും, ധനവാനാണെങ്കിലും നിർധനനാണെങ്കിലും ആശുപത്രിയിലാണ് പ്രസവിക്കുക. അപ്പൊ പ്രസവിക്കാൻ പോലും ഒരിടം കിട്ടാത്തവനായിരുന്നു യേശു. പിന്നീടുള്ള ജീവിതങ്ങളെല്ലാം നമുക്കറിയാം. ആ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും അറിയാം. അവസാനം ജനിക്കാൻ മാത്രമല്ല, മരിക്കാനും ഇടമില്ലായിരുന്നു. ഈ കാലയളവിൽ ആശുപത്രിയിലോ സാമാന്യം ഭേദപ്പെട്ട അവസ്ഥയിലോ എല്ലാവർക്കും മരിക്കാനുള്ള അവസരവും കിട്ടിയേക്കാം. എന്നാൽ മരിക്കാനും ഒരു നല്ല അവസരം കിട്ടിയില്ല. അതാണ് യേശു ക്രിസ്തു. അപ്പോൾ ദാരിദ്ര്യത്തിന് വലിയ അല്ലെങ്കിൽ പുതിയ മാനം. ഒരുപക്ഷെ ലോകത്തിന് അത് അത്ര സ്വീകാര്യമാകില്ല. അതുപോലെ തന്നെയാണ് സഹനം. സഹനത്തിനും പുതിയ അർത്ഥം നൽകി. നിരവധി അവകാശ നിയമങ്ങളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുക. ഇവൻ കർത്താവ് ഇതെല്ലാം നേടുകയായിരുന്നു എന്നാണ് ഈ ഉത്ഥാന അവസരത്തിൽ ആളുകൾക്ക് പഠിക്കാനുള്ളത്. ആന്റണി ഡിമല്ലോ തന്റെ ഒരു ഭാവന പറയാറുണ്ട്. അതില് കുറെ കാര്യങ്ങളുണ്ട്. അതില് അദ്ദേഹം ദുഃഖവെള്ളിയാഴ്ച യേശുവിനെ കുരിശിൽ തറച്ചതിനു ശേഷം കാൽവരിയിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് പറയുന്നത്. ഒന്ന്, നഗ്നനായ ഈശോ വസ്ത്രമില്ലാതെ കിടക്കുന്നതിന് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനാകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ എല്ലാവരും കൈവിട്ട അവസ്ഥ. ഒരുപാട് പേരെ സഹായിച്ചു, അവരുമെല്ലാം കൈവിട്ട അവസ്ഥ. അങ്ങനെ പല കാര്യങ്ങൾ പറയുകയാണ്. ഏറ്റവും അവസാനം ഡിമല്ലോ പറഞ്ഞു വെക്കുന്നു, ഞാൻ അല്പം കൂടി ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം നഷ്ടപ്പെടുകയായിരുന്നില്ല, യേശു ഇതെല്ലാം നേടുകയായിരുന്നു. അതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും അല്പം കൂടി ആഴമായി ഈ വിഷയത്തെ കണ്ടു ചിന്തിക്കുമ്പോൾ നമുക്കും മനസ്സിലാകും നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഒരർത്ഥമുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിനോടൊപ്പം അതങ്ങ് സഹിക്കുക, അതിനോട് ചേർന്ന് നിൽക്കുക, അതിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള തയ്യാറെടുപ്പ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. യേശുവിന്റെ ജനനവും യേശുവിന്റെ ഉയിർപ്പും, ഇത് രണ്ടും അസമയത്ത് നടക്കുന്ന രണ്ട് സംഭവങ്ങളാണ്. മനുഷ്യരുടെ സമയം പകലാണ്, രാത്രി ഉറങ്ങാനും വിശ്രമിക്കാനും വേണ്ടി ചിലവഴിക്കുന്നു. എന്നാൽ യേശു ജനിച്ചത് പാതിരാത്രിയിലാണ്. അതുപോലെ തന്നെ രാത്രിയിലാണ് യേശു ഉത്ഥാനം ചെയ്തത്. ചിലയിടങ്ങളിൽ പാതിരാക്കും, ചിലയിടങ്ങളിൽ അത് വെളുപ്പാങ്കാലത്ത് ഒരു 3 മണിയോട് കൂടിയും
ഒക്കെയാണ് അതിന്റെ അനുസ്മരണം നടക്കുന്നത്. എന്തായാലും മനുഷ്യൻ സുഖമായി ഉറങ്ങാം, വിശ്രമിക്കാം എന്ന് പറയുന്ന അവസരത്തിൽ, വിചാരിക്കുന്ന അവസരത്തിലാണ് യേശുവിന്റെ സമയം. അതുകൊണ്ട് നമ്മളും അറിഞ്ഞിരിക്കണം, ദൈവത്തിന്റെ സമയം നമ്മുടെ അസമയമാണ്. വീണ്ടും പ്രതീക്ഷയ്ക്കുള്ള വകയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വലിയ പ്രതീക്ഷയുടെയും വലിയ സന്തോഷത്തിന്റെയും അവസരമായി ഇത് മാറട്ടെ. എല്ലാ ജാതി മതങ്ങളും ഇത് ആഘോഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ പലർക്കും ഇതാഘോഷമാണ്, പലർക്കും ആഘോഷമാണ്. എന്നാൽ ഇതിന്റെ സന്ദേശം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയുമാണ്. ഇന്നിന്റെ നൊമ്പരങ്ങളെയെല്ലാം നമുക്ക് കർത്താവിനോട് ചേർന്ന് ഉൾക്കൊള്ളുമ്പോൾ പ്രതീക്ഷയോടെ മുന്നേറാൻ സാധിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കാം. എല്ലാവർക്കും പ്രതീക്ഷയുടെ ഈസ്റ്റർ മംഗളങ്ങൾ. നമസ്കാരം, നന്ദി. ഒക്കെ മറ്റ് ഇപ്പോൾ സമ്മേളിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരവരുടേതായ രീതിയിൽ സംസാരിക്കാം, അല്ലെങ്കിൽ പരസ്പരം ഈസ്റ്റർ മംഗളങ്ങൾ ആശംസിക്കാം. ഓക്കെ, സാറ് വരുമ്പോൾ നമുക്ക് തുടരാം. സാറേ, രാജ്യത്തിൽ സാറ് പറഞ്ഞു. ഈസ്റ്ററിനെ കുറിച്ചും വെള്ളിയാഴ്ചയെ കുറിച്ചൊക്കെയും സാറ് പറഞ്ഞത് വളരെയധികം വളരെയധികം ചിന്തയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. വെള്ളിയാഴ്ച ഇല്ലാതെ ഉയർപ്പില്ല ആണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങളും അതുപോലെ പരീക്ഷണങ്ങളും ഇല്ലാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉയർപ്പുണ്ടാകുകയില്ല. ഉയർപ്പെന്ന് പറയുന്നത് ഈ പ്രയാസങ്ങളുടെയും അകർച്ചകളുടെയും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആണ് കറക്ഷൻ. റെസിലിയൻസ് എന്നുള്ള സൈക്കോളജിയിൽ പറയും. റെസിലിയൻസ് ഏതവസ്ഥയിൽ നിന്നും വീഴാനുള്ളതായിട്ടുള്ള ഒരു കഴിവ്. വീഴുന്നതല്ല, വീഴണത്തേനെ കിടക്കുന്നതാണ് പാപമെന്ന് പറയാറുണ്ട്. നമ്മൾ വീഴ്ച എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ അത് സ്വാഭാവികമാണ്. എന്നാൽ അവിടെ തന്നെ ഈ വീണയുടെ മൃഷ്ലോകം രീതിയിൽ അവിടെ തന്നെ കിടക്കുവാനും അവിടെ വെച്ച് തന്നെ അവിടെ നിന്ന് തന്നെ കണ്ടെത്താനും ശ്രമിക്കാതെ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുവാൻ ഉയർത്തുന്നേൽപ്പിന്റെ ഈ വലിയതായിട്ടുള്ള ആശയം ഇതാണ് നമ്മളെ പ്രവർത്തിക്കുന്നത്. വെള്ളിയാഴ്ച കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് സർവ്വ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ലോകത്തെ മുഴുവനും പിടിച്ചു വിളിക്കുന്നതായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. കാരണം ശത്രുക്കൾ തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ആർക്കും സാധിക്കാത്ത ഒന്ന്. അവരെ പലപ്പോഴും അവരെ ശപിക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നെ വേദനിപ്പിക്കുന്നവരെ ശപിക്കുകയാണ്. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആ ശത്രുക്കൾക്ക് വേണ്ടി. മറ്റൊരു മലയിൽ, അതായത് മലയിലെ പ്രസംഗത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പറഞ്ഞ വചനം ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും യഥാർത്ഥമായ രീതിയിൽ അത് ആ കൽവറി മലയിൽ കർത്താവ് പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. വെറും
വെറും വാക്കല്ല കർത്താവ് പറഞ്ഞത്. ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അത് തീർച്ചയായും താനും മറ്റൊരു മലയുടെ മുകളിൽ, കാൽവറി മലയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് പ്രകടമാക്കി തന്നു, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കി തന്നു. തീർച്ചയായിട്ടും ഈ വെള്ളിയാഴ്ചയും ഈസ്റ്ററുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം ഇതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ശത്രുക്കളെ പോലും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ എബ്രഹാം ലിങ്കൺ സിവിൽ വാറിനോട് ചേർന്ന് തന്റെ പട്ടാളക്കാരെ സന്ദർശിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. തന്നെ അനുകൂലിക്കുന്ന പട്ടാളക്കാരെ അവരുടെ ക്യാമ്പ് പോയി അവരെ സന്ദർശിച്ചു. എന്നാൽ തനിക്കെതിരെ പോരാടുന്നതായ മറ്റേ ഗ്രൂപ്പിന്റെ ആളുകളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് അറിഞ്ഞ നേരെ അദ്ദേഹം അവിടേക്ക് ആക്രമിച്ചു. അവിടെ ചെന്ന് അവരെയും ഇതേ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുകയും അവരെയും ഇതുപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, താങ്കൾ ശത്രുക്കളല്ലേ, ശത്രുക്കളെ നശിപ്പിക്കുകയല്ലേ വേണ്ടിയത്, അവരെ സ്നേഹിക്കുകയാണ് വേണ്ടത്, ഇല്ലാതാക്കുക വേണ്ടത്. അപ്പോൾ എബ്രഹാം ലിങ്കൺ പറഞ്ഞു, ഞാനത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ മിത്രങ്ങളാക്കിക്കൊണ്ട് ശത്രുക്കളെ ഇല്ലാതാക്കുകയാണ് ഞാൻ ചെയ്തത്. തീർച്ചയായും ക്രിസ്തുവിനെ സാധിച്ചുവെങ്കിൽ ലോക നേതാവായിട്ടുള്ള എബ്രഹാം ലിങ്കനും സാധിക്കുന്നുണ്ട്. അതുപോലെ മഹാന്മാർക്കൊക്കെയും സാധിക്കും. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, an eye for eye make the whole world blind. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന ആ നിയമം ലോകത്തെ മുഴുവനും അന്ധമാക്കി കളയും. അതുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുവാനായിട്ടും അങ്ങനെയാണ് നമുക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. യാതൊരു വിധമായിട്ടുള്ള വയലൻസും ഇല്ലാതെ സ്നേഹത്തിൽ കൂടി, അല്ലെങ്കിൽ നോൺ വയലൻസിൽ കൂടി നമ്മുടെ രാജ്യത്തിന് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നേടിത്തന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മഹാത്മാവ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ അനേകം മഹാത്മാക്കളെ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരോട് നന്നായി ഇടപെടുവാനും വലിയ പ്രചോദനം നൽകുന്നു. ഇതാണ് ഈ ിന്റെയും അതുപോലെ വെള്ളിയാഴ്ചയുടെയും സന്ദേശമെന്ന് എന്റെ ചിന്ത. വാക്കുകൾ വിരാമം കുറിക്കുന്നു. സാറിലേക്ക് ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കാണ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? റോയ് സാർ, സാജിൻ സാർ, ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും പ്രത്യേക അനുഭവമോ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ സാജിൻ സാർ പറയും. എല്ലാവരും വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ, ഈസ്റ്ററിന്റെ സന്ദേശം നല്ല രീതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഈസ്റ്ററിനെ കുറിച്ച് പ്രധാനമായിട്ട് ആദ്യം സാറ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പ്രത്യാശയുടെ ഒരു ഉത്സവമാണ്. ഹോപ്പ് എന്നുള്ള വാക്കിന് ഒരു ചിന്തകൻ കൊടുത്ത ഡെഫിനേഷൻ ഇതാണ്, HOPE, ഹാവ് ഓൺലി പോസിറ്റീവ് എക്സ്പെക്ടേഷൻസ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് തന്നെ നമ്മൾ കൊണ്ടു കിടക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു പോസിറ്റീവ് എക്സ്പെക്ടേഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന് ആ ഒരു സന്ദേശം നമുക്ക് പകർന്നു തരുന്ന ഒന്നാണ് ഈസ്റ്റർ. മരണത്തോടെ ഒന്നും അവസാനിക്കുന്നില്ല. മരണത്തെ ജയിച്ച് യേശുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവമാക്കുന്നത്. ഒരിക്കലൊരു മനുഷ്യൻ റോഡിൽ കൂടെ നടന്നു പോകുന്ന അവസരത്തിൽ ഒരു കടയിൽ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടു. ആ ചിത്രം ഇതാണ്, യേശുവിനെ ക്രൂശിൽ തറച്ച് നിർത്തിയിരിക്കുന്ന ചിത്രം. അതിന് താഴെ ആൾക്കാര് നിൽക്കുന്നുണ്ട്, പലരും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം. ഈ ചിത്രം നോക്കി ഈ മനുഷ്യൻ കുറേ സമയം നിന്നു. പെട്ടെന്നൊരു കൊച്ചുകുട്ടി അതുവഴി വന്നു, ഒരു 6-7 വയസ്സുള്ളൊരു കുട്ടി. ആ കുട്ടി ചോദിച്ചു, സാർ എന്താണ് ഈ ചിത്രത്തിൽ ഇത്രയും സമയം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അല്ല, ഞാൻ ഈ ചിത്രം വെറുതെ നോക്കിയതാണ്, എനിക്ക് ആ ഒരു സംഭവം ഒന്ന് മനസ്സിലോട്ട് ഓർത്തെടുക്കുകയാണ്. നിനക്കറിയാമോ ഇതെന്താണ് സംഭവം എന്ന് കുട്ടിയോട് ചോദിച്ചു. കുട്ടി ആ സംഭവം എല്ലാം പറഞ്ഞു കൊടുത്തു. ഇതൊരു പാവം മനുഷ്യനാണ്, ഇദ്ദേഹത്തെ ഇവരെല്ലാരും കൂടെ ക്രൂശിച്ചതാണ്, വെറുതെ ക്രൂശിച്ചതാണ്, പക്ഷെ ഒരുപാട് വേദന സഹിച്ചു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ സൺഡേ സ്കൂളിൽ നിന്ന് കിട്ടിയ അറിവിന്റെ വെളിച്ചത്തിലും
വീട്ടുകാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ചേർത്ത് ആ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. ഈ മനുഷ്യൻ അതെല്ലാം കേട്ടതിന് ശേഷം ശരി എന്ന് പറഞ്ഞ ആ ചെറുക്കൻ ആ വ്യക്തി മുന്നോട്ട് നടന്നപ്പോൾ ഈ കുട്ടി വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ക്രൂശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തു ക്രൂശിൽ തറച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. മരണത്തെ തോൽപ്പിച്ച വ്യക്തിയാണ് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അതാണ് ഈ ദിവസത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. മരണത്തെ തോൽപ്പിച്ച ക്രിസ്തുവിനെയാണ് നമ്മൾ ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുന്നത്. ഒരുപാട് ഈസ്റ്റർ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ വർഷത്തെ ഈസ്റ്ററിന് ഞാൻ പള്ളിയിൽ പോയപ്പോൾ എനിക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു. കാരണം 2 മാസം മുമ്പ് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. പെട്ടെന്നൊരു 2 ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു. 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ദൈവത്തോട് വാസ്തവമായിട്ട് ഒരു ഈസ്റ്ററിന്റെ ഒരു അനുഭവം തന്നെ എനിക്കിന്ന് ഉണ്ടായി. കാരണം 1 വർഷം കൂടെ ഈസ്റ്റർ കാണാനായിട്ട് കഴിഞ്ഞല്ലോ. ഞാൻ ചുറ്റുപാട് നോക്കി, ഞാനിരിക്കുന്ന ബെഞ്ചിലെ പലരും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന 1-2 സുഹൃത്തുക്കള് അവരെല്ലാം കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് മരണപ്പെട്ടു. ദൈവം ഒരിക്കൽ കൂടെ ഈസ്റ്റർ കാണുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് തന്നു. അതിനായിട്ട് ദൈവത്തെ വാസ്തവമായിട്ട് സ്തുതിച്ച ഒരു ദിവസമായിരുന്നു. നല്ലൊരു ഈസ്റ്റർ അനുഭവമായിരുന്നു ഈ ഒരു ദിവസം. നമുക്കറിയാം, ഈസ്റ്റർ തരുന്ന മറ്റൊരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തിൽ നിന്നുള്ള മോചനം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഭയം. എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ഭയങ്ങളാണ്. കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ഇരുട്ടിനെ ഭയങ്കര പേടിയാണ്, അവർക്ക് അപരിചിതരെ പേടിയാണ്. യുവാക്കളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയെക്കുറിച്ച് ഓർത്ത് പേടിയാണ്. നല്ല ജോലി ഇവിടെ കിട്ടുമോ, വിദേശത്ത് പോകാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് അവർക്ക് പേടിയാണ്. ഇനി മുതിർന്നവര്, പ്രായമായവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർക്കും ഭയമാണ്. പ്രായമായി ഇനി പെട്ടെന്ന് എന്തെങ്കിലും രോഗങ്ങളെ കീഴടക്കുവോ, അല്ലെങ്കിൽ രോഗിയെ കിടപ്പിലാവുമോ, എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് അവരെ അലട്ടുന്ന ഒരു വലിയൊരു ഭയമാണ് മരണഭയം. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേദപുസ്തകം നമുക്ക് തരുന്ന, ബൈബിള് തരുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ബൈബിളിൽ 700ഓളം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഭയപ്പെടേണ്ട എന്നുള്ളത്. ജീവിതത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യേശുവിന്റെ ഉയർപ്പ് സകല ഭയങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഭയക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഇന്നും ജീവിക്കുന്ന യേശു നമുക്ക് പ്രത്യാശ തരുന്നുണ്ട്, നമുക്ക് പുതിയ ജീവൻ തരുന്നുണ്ട്. ഏറെ വാക്യങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിലൊരു വാക്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 15:14. ആ വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസവും പ്രസംഗവും ഒന്നും വ്യർത്ഥമല്ല. എല്ലാം നമ്മൾ ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് സമർപ്പിക്കുന്ന നമ്മുടെ ഓരോ പ്രാർത്ഥനകൾക്കും വ്യക്തമായിട്ടൊരു മറുപടി ഉണ്ടായിരിക്കും. നമ്മുടെ ഓരോ കഷ്ടപ്പാടിനും മോചനമുണ്ടാകും. ഒരു ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പ് ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത നമ്മെ ഭരിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസിക്കുന്നു. താങ്ക്സ്. താങ്ക് യു സാർ, താങ്ക് യു. വളരെ സന്തോഷം. Sorry, യെസ്, പറയും. we celebrate the miracle of Easter, a day of hope, renewal, and divine love. May this blessed day fill your heart with faith, peace, and joy. Wish you all happy Easter. താങ്ക് യു മാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനുണ്ടോ? എനിക്ക് തോന്നുന്നു റോയ്സ് സാർ ഉണ്ട്, മനോജ് സാർ. യെസ്. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരു ഈസ്റ്റർ ആശംസകൾ ആദ്യം തന്നെ നേരട്ടെ. എനിക്ക് മുന്നേ ഇവിടെ പങ്കെടുത്ത് സംസാരിച്ച എല്ലാവരും ഈസ്റ്ററിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ വളരെ വിശദമായ കാര്യങ്ങളാണ് സംസാരിച്ചത്. അനിൽകുമാർ തുടങ്ങി ജോഷി സാറ് മറ്റുള്ള എല്ലാവരും സംസാരിച്ച് ഈസ്റ്ററിൻ്റെ ആ പ്രത്യേകത എന്താണെന്നും നമ്മുടെ സാജൻ സാർ അടക്കം പറഞ്ഞ എല്ലാവരിലും കേട്ട ഒരു വലിയ സന്ദേശം തന്നെ. ഈ ദിവസത്തിൽ ഇങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കാനുള്ള ഒരു അവസരം തന്ന ഇതിന് ആദ്യമേ നന്ദി പറയുന്നു. അപ്പോൾ ഇത്രയും കേട്ടിൽ നിന്ന് ഈസ്റ്റർ ഒരു എന്താണ്, വെളിച്ചത്തിൻ്റെ വിജയത്തിൻ്റെ നഷ്ടത്തിനു മൂലമുള്ള വിജയത്തിൻ്റെ ഒക്കെ ഒരു ആഘോഷമായിട്ടാണ് എനിക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് കേട്ടത്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു നവീകരണത്തിൻ്റെയും ഒരു പുനരുജ്ജീവനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലും ഒക്കെയാണെന്നാണ് ഈ കേട്ട വാക്കുകളിൽ കൂടെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് ഈ ഈസ്റ്റർ ദിനത്തിൽ
ഏവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കും സന്തോഷവും സമാധാനവും പുതിയ ജീവിതവും ലക്ഷ്യബോധവും ഒക്കെ തരട്ടെ. എല്ലാവർക്കും അത് ലഭിക്കട്ടെ എന്ന ആശംസയോടെ ഈ നല്ല ദിവസത്തിൽ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. അതുകൂടാതെ എനിക്ക് ചെയ്യാവുന്ന ഒരു 2 വരി പാട്ടും സബു സാറേ ഞാൻ പാടാം. തീർച്ചയായും. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ പരാഗമേ, വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ പരാഗമേ, മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നിളം തെന്നലേ, രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ദിന ആശംസകൾ. താങ്ക് യു. യെസ്, മനോഹരമായി. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. ജോർജ് സാർ. ഹായ്, താങ്ക് യു സർ. ഇതുവരെയും ഈസ്റ്റർ ദിന ആശംസകൾ തിരുവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈസ്റ്റർ നൽകുന്നത് പ്രത്യാശയുടെ ആ സന്ദേശം, വിശ്വാസം അതല്ലേ എല്ലാം. എല്ലാവർക്കും മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഉണ്ട് എന്നുള്ളതാണ് മരണത്തെ നിർഭയമായി സ്വീകരിക്കാൻ നമ്മളെ പ്രചോദിതമാക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ ഇനി എന്തേ എന്നുള്ള അനിശ്ചിതത്വം ആ അവസാന നിമിഷങ്ങളിലൊക്കെ നമ്മളെ വളരെ വേദനിപ്പിക്കും. അപ്പോൾ വിശ്വാസപൂർവം അപ്രത്യാശയിലേക്ക് കടന്നു പോകാൻ എല്ലാവർക്കും സമാധാനമായി ഒരുങ്ങാം. ഏത് നിമിഷമാണ് എപ്പോഴാണ് വരുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ട് എപ്പോഴും ആ നല്ല സൗഭാഗ്യത്തിന്, നല്ലൊരു അവസാനത്തിന് തയ്യാറായി കൊണ്ടുമിരിക്കാം എന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുക. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും ഈസ്റ്റർ ഒരു വലിയ അനുഭവമാണ്, അല്ലേ? ഏതൊരു വിപരീത സാഹചര്യത്തിലും അടിതെറ്റി വീണു പോകുന്ന ഏതൊരു വ്യക്തിക്കും ഒരു തിരിച്ചുവരവിൻ്റെ സന്ദേശമാണ് ഈസ്റ്ററിലൂടെ നൽകുന്നത്.
മനുഷ്യനല്ലേ, ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാകാം. ഓരോ പ്രതിസന്ധി വരുമ്പം അത് നേരിടുന്നത് വരെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും സങ്കടത്തിലും ഒക്കെ ആയിരിക്കും. പക്ഷേ നേരിടാനുള്ള ആ ഒരു പ്രിവിലേജ് നമുക്കുണ്ടെന്ന് കാണിക്കുന്ന ഒരു വലിയ അനുഭവത്തിൻ്റെ ദിനമാണ് ഈസ്റ്റർ. അതുകൊണ്ട് തന്നെ ഒന്നും നിരാശപ്പെടാനില്ല. എല്ലാത്തിനും അതിൻ്റേതായ പരിഹാരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ നമ്മളെല്ലാവരെയും സഹായിക്കുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ഒരു ദിവസമായി ഈസ്റ്റർ ദിനത്തെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മനോജ് സാറ് പാടിയ പാട്ടിൻ്റെ തന്നെ തുടങ്ങിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പാട്ടുവിശേഷത്തിലേക്ക് പോകാം. 1-2 പാട്ടുകളേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും പാടാവുന്നവർക്കൊന്ന് പാടി ഈസ്റ്റർ ദിനത്തെ നമുക്ക് നമ്മുടേതായ രീതിയിൽ മ്യൂസിക് തെറാപ്പിയുടെ തലത്തിലൂടെ ഒന്ന് റിലാക്സ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ ആദ്യത്തെ പാട്ട് മനോജ് സാർ പാടിയത് തന്നെയാണ്. ഒന്നും കൂടെ നമുക്കതൊന്ന് പാടാം. സാറേ, ഞാൻ ഇതിനോട് അനുബന്ധിച്ച് ഒരു പാട്ടാണ് പാടിയും. അദ്ദേഹം കർത്താവ് യേശു ക്രിസ്തു അനുഭവിച്ച വേദനയെ പറ്റി ഒരു പാട്ടുണ്ട്. ഓക്കെ, അതൊന്ന് പാടാം. അതെങ്ങനെയായിരുന്നു, വേദനകളെ പറ്റി അല്പം വിശദീകരിക്കുന്നതാണ്. മരക്കുരിശിന്റെ വിരിമാറിലേക്ക് മനുഷ്യപുത്രനെ തറച്ചപ്പോൾ കാരിരും വാണികൾ കരചരണങ്ങളെ കാരുണ്യമെന്നെ തുളച്ചപ്പോ നിനക്കുവാനാവുമോ നിനക്കുവാനാവോ നീറുന്ന വേദന സന്ധികൾ നീറുന്ന വേദന. എത്ര വേണം, ബാക്കി സാധാരണ തുടങ്ങാം. താങ്ക് യു സാർ. വളരെ മനോഹരമായി നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ചേർന്ന് നിൽക്കുന്ന, അല്ലേ? വളരെ വളരെ മനോഹരമായി. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാട്ട് മനോജ് സാർ തുടങ്ങിയതുപോലെ തന്നെ 2 പേർക്കൊന്ന് പാടി, 4 വരിയെങ്കിലും പാടി നമുക്ക് 2 പാട്ടുകളിലൂടെ പോകാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി. ശരി, ആദ്യം തുടങ്ങും. ആരാ തുടങ്ങുന്നത്? എനിക്ക് തോന്നുന്നു ഷേർലി മാം റെഡി ആയിരുന്നു തോന്നുന്നു. പഠിക്കും. ഓക്കെ, പഠിക്കും. ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പുമാറ്റിടും ചന്ദ്രനേഴും ദീപമേ, എഴുമാത്മാവിൻ ആശവീശും ഗാനം. ആത്മാവേ ആമേൻ. ദൈവസ്നേഹം കലാഭവന്റെ ആബേലച്ച നൽകിയ പാട്ടാണ്. 2021. ഓക്കെ, ഷേർലി മാം പഠിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഞാനിപ്പോ ഇന്ത്യയിലല്ല, കാനഡയിലാണ്. ഓക്കെ. പരിശുദ്ധാത്മാവേ നീയേഴും നുള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ
സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർക്കളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർക്കളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിൻ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കാണ് ഒരു 4 വരി? അനിൽകുമാർ സർ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യ ഗാനമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നിളം തന്നലേ. രക്തസാക്ഷികൾ ആഞ്ഞു പുൽകിയ പുണ്യജീവിത പാദനീ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഓക്കെ, വെരി ഗുഡ്. യെസ് ജോഷ് സർ. ഇത് പാടണോ വേറെ പാടണോ? ഇത് പഠിക്കും. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും
പ്രകാശമേ അന്ധകാര വിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ കേഴുമാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ വിണ്ടൂണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ വിണ്ടൂണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തന്നലേ രക്തസാക്ഷികൾ ളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദനീ പരിശുദ്ധാത്മാവേ നീ ശരണമേ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഓക്കെ, താങ്ക് യു. ഇനി ആരും പാടാനില്ലെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ, നാദനരെ ബാധിതരെ നിങ്ങൾ കൂടെ വരൂ, നിങ്ങൾക്ക് സ്വർഗരാജ്യം. ഓക്കെ, ആർക്കെങ്കിലും? ഞാൻ വേറെ ഒരെണ്ണം പാടാം. വേറെ പാടി. പിന്നെ ഇത് ഒരെണ്ണം ഇതാണ്. പഠിക്കും സാർ, പഠിക്കും, ഇഷ്ടമുള്ള പഠിക്കും. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആദരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ, അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ ോടൊന്നു ചേർന്നു പാടാം. അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളോടൊന്നു ചേർന്നു പാടാം. ഊഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുമ്പോൾ കുളിർ കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമ കീർത്തനം
പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു നാഥ. പാപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. ഓക്കെ, അപ്പം ഓക്കെ. പാടട്ടെ സാർ അടുത്തത്. പഠിക്കും. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. അന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകേണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങൾ തൻ കടങ്ങൾ പൊറുക്കേണമേ, അങ്ങു ഞങ്ങളെ നയിക്കേണമേ. അഗ്നിപരീക്ഷയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടേണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സാർ. താങ്ക് യു. ആർക്കെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനുണ്ടോ? പാടാനുണ്ടെങ്കിൽ പഠിക്കൂ. ഞാൻ പാടാം സാർ. പഠിക്കും. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. അന്നു ഞങ്ങൾ വിശന്നു വരും നൽകേണം. ആകാശങ്ങളിൽ അനശ്വരനായ പിതാവേ, അവിടുത്തെ ആർക്കെങ്കിലും ഒരാർക്കെങ്കിലും? രണ്ടേം പാടാം. യെസ്, രണ്ടിനെയും പാടും. വേറെ ആളുണ്ടോ? ഇല്ല, പഠിക്കുമോ? നമുക്ക് ഇതോടെ വൈൻഡപ്പ് ചെയ്യാം. ആകാശങ്ങളിൽ ഇരിക്കും ഞങ്ങൾ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. അന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകണമേ. ആമേൻ,
ആമേൻ ആമേൻ. ഞങ്ങൾ തൻ കടങ്ങൾ പൊറുക്കേണമേ, അങ്ങ് ഞങ്ങളെ നയിക്കേണമേ. അഗ്നിപരീക്ഷയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടണമേ. ആമേൻ ആമേൻ ആമേൻ. ആകാശങ്ങളിൽ ഇരിക്കും ഞങ്ങൾ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ഓക്കെ, ഇനി ആരെങ്കിലും ഷെയർ ചെയ്യാനോ പാടാനുണ്ടെങ്കിൽ പാടാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മനോജ് സാർ. സാബു സാറേ, ആ. ഞാനൊരു ചെറിയ കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പറയൂ. നമ്മുടെ ഈ പണ്ട് കാലത്ത് നമ്മുടെ ഈ സിനിമാ ഗാനങ്ങളിലോടൊപ്പം തന്നെ ഒരുപാട് ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ കോട്ടയം ജോയി എന്ന് പറഞ്ഞ ഒരു സംഗീത സംവിധായകനുണ്ട്. അത് കൂടുതൽ ചെയ്തിട്ടുള്ളത് കൂടുതലും ക്രിസ്തീയ ഭക്തി ഗാനങ്ങളാണ്. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ, നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. ഇത് കോട്ടയം ജോയി കേട്ടിട്ടുണ്ടോ ഇതാരെങ്കിലും ഇദ്ദേഹത്തെ കുറിച്ച്? കോട്ടയം ജോയി കേട്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള അനിൽകുമാർ സാറിനൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട്. ഈ കോട്ടയം ജോയി കമ്പോസ് ചെയ്ത് യേശുദാസ് പാടി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1969-70 കാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കും ഈ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത്. വളരെ സിമ്പിളായ മ്യൂസിക്, വളരെ ടച്ചിങ് ആയ വരികളൊക്കെ ഉണ്ടായിരുന്നു ഈ പാട്ടുകൾക്ക്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗാനമുണ്ട്, അല്ലിയാമ്പൽ കടവിലങ്ങ് വരയ്ക്കുക, അല്ലേ? അത് ജോബ് ആൻഡ് ജോർജ് ആണ് ചെയ്തത്. ഈ കോട്ടയം ജോയും രാജു സാറെ അധികം സിനിമാ പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടില്ല, വളരെ കുറച്ചേ പാട്ടുകളുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ജോബ് ആൻഡ് ജോർജ് എന്ന് പറഞ്ഞിട്ട് അതില് അതെ 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 ആ ജോബ് ആൻഡ് ജോർജ് ആണ് ചെയ്തത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ കലാഭവൻ തുടങ്ങിയിട്ടുള്ള ആബേലച്ചനും ഒരുപാട് ഗാനങ്ങൾ ആ കാലത്ത് എഴുതിയിട്ടുണ്ട്. കലാഭവൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹം രചിച്ച ഒരുപാട് പാട്ടുകൾ ഈ ക്രിസ്തീയ ഭക്തിഗാനം യേശുദാസ് തന്നെ പാടി. അത് കെ ആന്റണി എന്നൊക്കെ പറഞ്ഞ സംഗീത സംവിധായകരുണ്ട്. അവരെല്ലാം ഈ പറഞ്ഞ പോലെ ഈ കൊയർ മാസ്റ്റേഴ്സ് ആയിരുന്നു. കൊയർ മാസ്റ്റേഴ്സിന് പള്ളിയിലൊക്കെ വേണ്ട രീതിയിലുള്ള ഭക്തി നിർഭരമായ സംഗീതം കൊടുത്ത് അതിന് ചേർന്ന വരികളൊക്കെ എഴുതി. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഒരുപാട് പാട്ടുകളൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പള്ളികളിൽ കൂടിയൊക്കെ വരുന്ന അന്നത്തെ ഈ കോളാമ്പിയാണ്, അതിൽ കൂടെ ഒക്കെ വരുന്ന പാട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. വളരെ ടച്ചിങ് ആയിരുന്നു ആ പാട്ടുകൾ. അതുപോലൊരു പാട്ടുണ്ട് സാബു സാറേ, ഞാൻ നമ്മുടെ ജോർജ് സാറിൻ്റെ വരികൾ കേട്ടപ്പോഴേ സാറ് പറഞ്ഞ 1-2 കാര്യങ്ങൾ പറഞ്ഞു എനിക്കൊരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇതിന്റെ 4 വരി പാടി, ഞാനിപ്പോ വീട്ടിലെത്തിയതേ ഉള്ളൂ. ഒരു മിനിറ്റ് ഇതൊന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ ജോർജ് സാറിനെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു പാട്ട് പെട്ടെന്ന് ഞാൻ അതിന്റെ അത് പാടുകയും ചെയ്യാം സാബു സാർ. അതിനുശേഷം രമാവതി മാഡത്തിന് പാടാം. ഓക്കെ കുഴപ്പമില്ല, ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു, അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. ഈ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ വിശ്വാസം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷ നിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും, എരിതിയിലെരിഞ്ഞു വീഴും നീറി നിറം മാറി ചാമ്പലായിത്തീരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കോ മടങ്ങുന്നു, അനുതാപ കണ്ണീർ വീഴ്ത്തി
പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. ദൈവപുത്രൻ വരും ഊഴിയിൽ ധാന്യക്കളമെല്ലാം ശുചിയാക്കുവാൻ നെന്മണികൾ സംഭരിക്കുന്നു. കെട്ട പതിരെല്ലാം ചുട്ടരിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നു. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. അങ്ങനെയാണ് ഈ പാട്ട് തീരുന്നത് സോളോ സാർ. അപ്പൊ ഇത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ഞാനത് പാടിയെന്നേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. അത് കോട്ടയം ജോലിയാണോ സാറേ വളരെ സംവിധാനം? അബേലച്ചന്റെ കോട്ടയം പാട്ടാണോ? ജോലി കോട്ടയം ജോലിയാണോ സംവിധാനം? അബേലച്ചന്റെ പാട്ടാണോ ഇത്? മനു സാറെ അൺമ്യൂട്ട് ചെയ്യും, കേൾക്കുന്നില്ല. അതെ അതെ, ആബേലച്ചന്റെ പാട്ട്. ഞാന് ഇത് അബേലച്ചൻ എഴുതിയ വരികളാണ് ഇതിന്റെ. കെ ആന്റണി എന്ന് പറഞ്ഞൊരു ഈ ജോബാൻ ജോർജ് ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ഇവിടെ എറണാകുളം ബേസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ആ കാലഘട്ടത്തില്. അദ്ദേഹം ആണ് ഈ കെ ആന്റണിയാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്. വരികള് അബേലച്ചന്റെയാണ്, പാടിയത് യേശുദാസുമാണ്. ഞാൻ ഷെയർ ചെയ്തോട്ടെ. അതായത് ആഷ് വെനസ്ഡേ, അതായത് 50 നോയമ്പ് ആരംഭിക്കുന്ന ദിവസം ഈ നെറ്റിയിലെ ഈ പിടിച്ചു വരയ്ക്കുന്ന സമയത്ത് പാടുന്ന ആഷ് വെനസ്ഡേ എന്ന് പറയുന്ന, അതായത് 50 നോയമ്പ് ആരംഭിക്കുന്നതിന്റെ തുടക്കം നെറ്റിയിലെ മെയിൻ പാട്ടാണ് അല്ലേ? പാട്ടാണ്. അതെ അതെ, ഇതിന്റെ വരികളും എന്താണ് നമ്മുടെ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെട്ട വരികൾ തന്നെയാണ്. ഇതിന് 3 സ്റ്റാൻസുകളുടെ പാട്ട് വളരെ യേശുദാസ് പാടിയിരിക്കും. ശരിക്കും ഈ കാലഘട്ടത്തിലൊക്കെ യേശുദാസ് പാടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വോയിസ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അതാണ് തനതായ യേശുദാസ്. പിന്നൊക്കെ അദ്ദേഹത്തിന്റെ ശബ്ദം മാറി എങ്കിലും ഈ പാട്ടുകളൊക്കെ പാടുമ്പോഴായിരുന്നു യേശുദാസ് എന്ന ഗായകന്റെ ശരിക്കുള്ള ശബ്ദം. അതിനകത്ത് പിന്നീടാണ് ഈ ഈ നമ്മുടെ സൗണ്ട് എഞ്ചിനീയറിംഗിലൊക്കെ ഒരുപാട് വന്ന മാറ്റങ്ങൾ കൂടി യേശുദാസിന്റെ ഒക്കെ സൗണ്ട് പിന്നെ ഒരുപാട് മോഡിഫൈ ചെയ്ത സൗണ്ടുകളാണ് കേട്ടത്. പക്ഷെ അന്ന് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ഈ HMV റെക്കോർഡുകൾ പോലെയൊക്കെയുള്ള റെക്കോർഡിങ്ങിന് അന്നത്തെ വളരെ അനലോഗ് റെക്കോർഡിംഗ് ഒക്കെ ആയിരുന്നു. അപ്പൊ അതിൽ കൂടെ ഒറിജിനൽ അല്ലേ? ഒറിജിനൽ റെക്കോർഡിങ് സാബു സാറേ, കറക്റ്റ്. അപ്പൊ അതിൽ കൂടെ അതെന്ന് പറഞ്ഞാൽ വലിയ ടെക്നോളജി ഒന്നും ഇല്ല. ഒരു കുറച്ച് സംവിധാനങ്ങളൊക്കെ സ്റ്റുഡിയോകളെന്നൊക്കെ പറഞ്ഞാൽ അന്ന് കേരളത്തിലെങ്ങും റെക്കോർഡിംഗ് സ്റ്റുഡിയോകൾ പോലും ഇല്ല. എല്ലാം ചെന്നൈയിലാണ്, മദ്രാസിലാണ് AVM സ്റ്റുഡിയോ, ഭരണി സ്റ്റുഡിയോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ഈ പാട്ടുകളൊക്കെ പാടി വളരെ ഫേമസ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുകളൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും യേശുദാസിനെ അറിയണമെങ്കിൽ യേശുദാസിൻ്റെ റിയൽ വോയിസ് ഈ പാട്ട് ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമ പാട്ടുകളടക്കമുള്ള എല്ലാ പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ആ ശബ്ദ മാധുര്യം, ഗാനഗന്ധർവനാക്കിയത് ശരിക്കും ഈ കാലഘട്ടത്തിലാണ്. അതുപോലെ അന്ന് തന്നെ ഒരുപാട് എന്താണ് സംഗീത സംവിധായകർ ദേവരാജൻ മാസ്റ്റർ അടക്കം, ദക്ഷിണാമൂർത്തി സ്വാമികളടക്കം അങ്ങനെ ആ മഹാരഥന്മാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് യേശുദാസ് പാടിയ പാട്ടുകളാണ് ഇന്നും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. പുതിയ കാലത്തെ പാട്ടുകൾക്കൊന്നും ജീവനില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും പാട്ടിൻ്റെ ആത്മാവൊക്കെ ഇരിക്കുന്നത് അക്കാലത്തെ പാട്ടുകളിൽ കൂടെയായിരുന്നു. അതുപോലൊരു പാട്ടാണ് ഞാൻ ഇപ്പോൾ പാടിയത്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു പാട്ട് പാടാനുള്ള എന്തോ ഒരു പെട്ടെന്നൊരു ഒരു എന്താണ് അതിന് പറയുന്നത്, വേർഡ് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, എങ്കിലും അത് പാടാനായിട്ട് തോന്നിയ ഞാൻ ജോർജ് സാറിൻ്റെ പറഞ്ഞ വാക്കുകൾ എന്നെ ടച്ച് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു പാട്ടിലേക്ക് ഞാൻ പോയത്. താങ്ക് യു സാബു സാർ, നല്ലൊരു ദിവസമായിരുന്നു. താങ്ക് യു. രമാവതി മാം പാടൂ, അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. സ്വർഗത്തിലെ പോലും ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. അന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകണമേ. ആമേൻ
അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഷേർലി മാം പാടുന്നു. ഞാൻ വേറെ പാട്ടാ പാടാൻ പോണം. ആ പാടി, ഇഷ്ടമുള്ള പാടി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളെ എനിക്ക് തരും കൃപാനിധി. അർഹിക്കാത്ത നന്മകളെ എനിക്ക് തരും കൃപാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു. എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഈസ്റ്റർ മംഗളങ്ങൾ നേർന്നുകൊണ്ട് എനിക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് സംസാരിക്കുന്നു. ഞങ്ങളും മോണ്ടി തേസ്റ്റേ പെസഹ വ്യാഴാഴ്ച ഇവിടെ എത്തി. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. മാം പറഞ്ഞ പോലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കും ഇന്ന് ഈസ്റ്ററിൻ്റെ ഈ നല്ല ദിവസത്തെ ഓർമ്മകളിലേക്ക് മാറ്റാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷകരമായ ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു. നാളെ മുതൽ നമുക്ക് വീണ്ടും പുതിയ തുടക്കവുമായി മുന്നോട്ട് പോകാം. മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. മാറ്റങ്ങൾ മാറാൻ അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാൻ പറ്റുന്ന മാതൃകകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അതൊരു നല്ല മാതൃകയാണ് യേശു. അതുകൊണ്ട് തന്നെ ആ മാതൃകയിലൂടെ നമുക്ക് മുന്നോട്ട് നടക്കാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. നാളെ നമുക്ക് വൈകുന്നേരം കപ്പിൾ ഡാൻസിന്റെ മറ്റൊരു പാട്ടും കൂടെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. So see you and good night. See you. Bye. Bye. Good night.